ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഞാൻ ഡോക്ടർ മീര. ഏവർക്കും വെൽനസ് ട്രാവൽ ട്രീറ്റ്സ് ബൈ ഡോക്ടർ മീരയിലേക്ക് സ്വാഗതം. മൈസൂരിലെ ഫസ്റ്റ് ഡേ വ്ലോഗ് എല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം. അങ്ങനെ ഫസ്റ്റ് ഡേയിൽ വാക്സ് മ്യൂസിയം മറ്റും കണ്ടിട്ട് ഞങ്ങൾ നേരെ പോയത് മൈസൂർ സൂവിലേക്കായിരുന്നു. അപ്പോൾ വെക്കേഷൻ്റെ സമയമായതുകൊണ്ട് തന്നെ നല്ല തിരക്കായിരുന്നു, ഒരു രക്ഷയുണ്ടായിരുന്നില്ല. എങ്കിലും നമുക്ക് അങ്ങനെ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല, സുഖമായിട്ട് കാണാനൊക്കെ പറ്റി. നടന്നൊരു വഴിക്കായി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പല സ്ഥലങ്ങളും ഞങ്ങൾ കവർ ചെയ്തിട്ടില്ല, കാരണം അത്രയ്ക്കധികം നടക്കാണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും നമുക്കാണെങ്കിലും പിള്ളേരെ എടുത്തുകൊണ്ട് നടക്കാനും ഒന്നും വയ്യാതെയായി. പിന്നെ എങ്ങനെയും എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കുക എന്നുള്ള സ്റ്റേജിലൊക്കെ എത്തി. എങ്കിലും മാക്സിമം ഞങ്ങൾ കവർ ചെയ്തിട്ടുണ്ട്. കാണാൻ പോകുന്ന സ്ഥലത്തെ പറ്റി ഒന്ന് ഗൂഗിൾ ചെയ്ത് അറിഞ്ഞു വെക്കുക എന്നുള്ളത് എൻ്റെ ഒരു ശീലമാണ്. അപ്പം ഞാൻ അറിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഞാൻ നിങ്ങളായിട്ടും ഷെയർ ചെയ്യാം. 1892 മൈസൂർ സൂ സ്ഥാപിക്കപ്പെടുന്നത്. ശ്രീ ചാമരാജേന്ദ്ര സൂവോളജിക്കൽ ഗാർഡൻസ് എന്നാണ് ഈ സൂവിൻ്റെ ശരിക്കുള്ള പേര്. 1920 വരെയും ഇവിടേക്ക് പബ്ലിക്കിന് പ്രവേശനം ഉണ്ടായിരുന്നില്ല. ഒരു പ്രൈവറ്റ് സൂ ആയിരുന്നു. റോയൽ ഫാമിലിക്ക് മാത്രമായിരുന്നു ഇവിടേക്ക് പ്രവേശനം ഉണ്ടായിരുന്നത്. 132 വർഷങ്ങളോളമായി മൈസൂർ സൂ സ്ഥാപിക്കപ്പെട്ടിട്ട്. അതുകൊണ്ട് തന്നെ മൈസൂർ സൂ ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന മൃഗശാലകളിൽ ഒന്നാണ്. 30-ലധികം രാജ്യങ്ങളെ പ്രതിനിധാനം ചെയ്യുന്ന 168ഓളം സ്പീഷീസിലുള്ള ജീവികൾ ഈ സൂവിലുണ്ട്. വൃത്തി അതെടുത്തു പറയേണ്ടത് തന്നെയാണ്. പ്ലാസ്റ്റിക് ബോട്ടിൽസ് ഒന്നും ഇവർ അകത്തേക്ക് കടത്തിവിടില്ല. 23ാമത് മഹാരാജാവായിരുന്ന ശ്രീ ചാമരാജേന്ദ്ര വാഡയാറാണ് ഈ മൃഗശാലയുടെ സ്ഥാപകൻ. 1892 സ്ഥാപിച്ചു. 1909 ഈ സൂവിന് ഇതിന്റെ സ്ഥാപകന്റെ പേര് കൊടുത്തു. മൈസൂർ സിറ്റിയുടെ ഹൃദയഭാഗം എന്ന് വിശേഷിപ്പിക്കാൻ പറ്റുന്ന അത്രയും നല്ലൊരു സ്പോട്ടിലാണ് ഈ സൂ വ്യാപിച്ചു കിടക്കുന്നത്. എത്തിപ്പെടാനൊന്നുമായിട്ട് ഒരു ബുദ്ധിമുട്ടുമില്ല. കുറച്ചൊന്നുമല്ല, 157 ഏക്കറിലാണ് ഈ സൂ വ്യാപിച്ചു കിടക്കുന്നത്. ലഗേജ് ഒക്കെ പുറത്ത് ലഗേജ് കൗണ്ടറിൽ കൊടുത്തിട്ട് അകത്തേക്ക് പോകുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം ഒരുപാട് നടക്കാനുണ്ട്. നടക്കാൻ പ്രയാസമുള്ളവർക്ക് വണ്ടിയൊക്കെ കിട്ടും. പക്ഷെ ആ വണ്ടിക്ക് എന്താ പറയാന്ന് എനിക്കറിയില്ല. അറിയുന്നവർ താഴെ കമൻറ്റ് ചെയ്യാം കേട്ടോ. ഓരോ ജീവജാലങ്ങൾക്കും അതിൻ്റെതായിട്ടുള്ള നാച്ചുറൽ ഹാബിറ്റേറ്റ് നിലനിർത്താനായിട്ട് അവർ ശ്രമിച്ചിട്ടുണ്ട്. പറ്റുന്നതിന് മാക്സിമം സ്പേസും അവർ കൊടുത്തിട്ടുണ്ട് ഓരോ ജീവികളും. സൂ എന്ന് പറയുന്നത് വേറൊരു ടൂറിസം മാത്രമല്ല, അവിടെ ഓരോ ജീവികളുടെയും, പ്രത്യേകിച്ച് വംശനാശ ഭീഷണിയൊക്കെ നേരിടുന്ന ജീവികളുടെ സംരക്ഷണം, അവയുടെ പുനരധിവാസം, അവയെ പറ്റിയുള്ള പഠനം, പ്രജനനം, ഗവേഷണം ഇതൊക്കെയാണ്. പ്രതിവർഷം ഏതാണ്ട് 30 ലക്ഷത്തോളം ആൾക്കാരാണ് മൈസൂർ സൂ വിസിറ്റ് ചെയ്യുന്നത്. ടിക്കറ്റ് റേറ്റ് എന്ന് പറയുന്നത് അഡൽസിന് 150 രൂപയും ചൈൽഡിന് 100 രൂപയാണ്. വിസിറ്റിംഗ് ടൈം രാവിലെ 8:30 തൊട്ടിട്ട് വൈകുന്നേരം 5:30 വരെയാണ്. രാവിലെ സൂ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് എത്തുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. ട്യൂസ്ഡേ സൂ ക്ലോസ്ഡ് ആണ്. നടന്ന് തളർന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും കുട്ടികളൊക്കെ ഒക്കത്ത് കയറി ഇരിപ്പായി. ഇവരെ തന്നെ എടുത്ത് നടന്നിട്ട് ഞങ്ങൾക്കും വയ്യാണ്ടേ. അപ്പോൾ പിന്നെ ഞങ്ങൾക്ക് ആകെപ്പാടെ എക്സിറ്റ് എന്ന് പറയുന്നൊരു സാധനം മാത്രമേ കാണാണ്ടായുള്ളൂ. കുറേ കാര്യങ്ങൾ ഞങ്ങൾ അറിഞ്ഞുകൊണ്ട് തന്നെ സ്കിപ്പ് ചെയ്തു. കാരണം വയ്യ, എടുത്തോണ്ട് നടക്കാൻ വയ്യ. പിന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല വിശപ്പുമായി. ഉച്ച 2 മണിയൊക്കെ കഴിഞ്ഞപ്പോൾ നല്ല വിശപ്പുമായി. അപ്പം എങ്ങനെയെങ്കിലും പുറത്തിറങ്ങാന്നൊരൊറ്റ ലക്ഷ്യം മാത്രമേ ഉണ്ടായുള്ളൂ. എങ്കിലും ഞങ്ങളെ കൊണ്ട് പറ്റുന്നതിൻ്റെ മാക്സിമം കവർ ചെയ്യാനായിട്ട് നോക്കിയിട്ടുണ്ട്. ഹോട്ടലിലെത്തി ഭക്ഷണം കഴിച്ചു, ഡ്രസ്സ് മാറി അങ്ങനെ കിടന്നുറങ്ങിയത്. പിന്നെ എല്ലാവരും പിറ്റത്തെ ദിവസം രാവിലെ എണീച്ചുള്ളൂ. അത്രയ്ക്കധികം ടയേർഡായിപ്പോയി. പക്ഷെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നിങ്ങൾക്ക് മൈസൂർ വരെ പോകാനുള്ളൊരു ചാൻസ് കിട്ടുകയാണെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾ മിസ് ചെയ്യാൻ പാടില്ലാത്തൊരു സ്ഥലമാണ് മൈസൂർ സൂ. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ലൈക്കും കൂടി ചെയ്യുക, കമൻറ്റും ചെയ്യാം കേട്ടോ. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.